ഇന്നലെ വരെ നമ്മെ ചിരിപ്പിച്ചിരുന്ന ആ മുഖം ഇന്ന് ഓർമ്മകളായി മാത്രം ബാക്കിയായപ്പോൾ ഹൃദയം അറിയാതെ ചോദിക്കുന്നു, ശ്രീനിയേട്ട ഇനിയും വരില്ലേ? സിനിമയിൽ നമ്മൾ കണ്ട ശ്രീനിവാസൻ വെറും ഒരു നടൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം നമ്മളിൽ ഒരാളായിരുന്നു. നമ്മുടെ വീടുകളിലെ ഒരംഗം പോലെ. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ ചിരിയിലൂടെ നമ്മോട് പറഞ്ഞ മനുഷ്യൻ, കുറവുകളുള്ള കഥാപാത്രങ്ങളെ അഭിമാനത്തോടെ അവതരിപ്പിച്ച കലാകാരൻ. ചിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു ചെറിയ വേദന ഒളിച്ചിരുന്നില്ലേ? അത് അഭിനയമല്ലായിരുന്നു, അത് ജീവിതം തന്നെയായിരുന്നു. സാധാരണക്കാരൻ്റെ ജീവിതം, വേദനയും അപമാനവും അനീതിയും നിസ്സഹായതയും എല്ലാം ചേർന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ. വലിയ നായകനല്ല, പക്ഷേ ഓരോ സിനിമയിലും കഥയെ മുന്നോട്ട് നയിച്ച ആത്മാവായിരുന്നു അദ്ദേഹം. പലപ്പോഴും അദ്ദേഹം ചിരിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ജീവിതത്തിൽ രോഗം അദ്ദേഹത്തെ തളർത്തിയപ്പോൾ അത് ഒരാളുടെ മാത്രം വേദനയായിരുന്നില്ല, ഒരു ജനതയുടെ കണ്ണുനീരായിരുന്നു. ആ ആശുപത്രി മുറിയിൽ വേദനയോടെ കിടക്കുമ്പോഴും അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിച്ചവർ ആയിരങ്ങളായിരുന്നു. ഈ മനുഷ്യൻ തിരികെ വരണമെന്ന് മനസ്സിൽ പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ സ്ക്രീനിലേക്ക് നോക്കിയവർ നിരവധിയായിരുന്നു. പക്ഷേ യാത്രകൾക്ക് മടക്കമില്ല. അദ്ദേഹം പോയത് ഒരു നടനായി മാത്രമല്ല, നമ്മുടെ ചിരിയുടെ ഒരു ഭാഗം കൊണ്ടായിരുന്നു. ഇനി ശ്രീനിവാസൻ ഇല്ലാത്ത സിനിമകൾ വരും, പക്ഷേ ആ ശൂന്യത ഒരിക്കലും നിറയില്ല. കാരണം ചില മനുഷ്യർ വേഷങ്ങൾ അയച്ചിട്ട് പോകുമ്പോഴും ഓർമ്മകളിൽ നിന്നൊരിക്കലും പോകുന്നില്ല. ഇന്ന് ആ പേര് കേൾക്കുമ്പോൾ ഒരു ചിരി വരും, അതിന് പിന്നാലെ ഒരു കണ്ണീരും. അതായിരിക്കും ശ്രീനിവാസൻ എന്ന കലാകാരൻ്റെ എക്കാലത്തെയും വിജയം. ചിരിപ്പിച്ചുകൊണ്ട് നമ്മെ കരയിപ്പിച്ച മനുഷ്യൻ. ശ്രീനിയേട്ട, നിങ്ങൾ പോയെങ്കിലും നിങ്ങളുടെ കഥാപാത്രങ്ങൾ നമ്മോടൊപ്പം തന്നെയുണ്ട്. നിത്യശാന്തി ഓർമ്മകളിലെന്നും ജീവിക്കുന്ന ഒരു കലാകാരന്, ഒരു ജനതയുടെ സ്നേഹാഞ്ജലികൾ. ശ്രീനിവാസൻ ഒരു യുഗപുരുഷനായിരുന്നു. കാരണം ഇനി ശ്രീനിവാസ യുഗമില്ല. മലയാളിയുടെ സാമൂഹിക ജീവിതത്തിനെ ഇത്രമാത്രം അടുത്തറിയുകയും നിരീക്ഷിക്കുകയും അതിന് തൻ്റെ രചനയിലൂടെ, സംവിധാനത്തിലൂടെ ഒക്കെ മലയാളിക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭ. അദ്ദേഹം നടൻ എന്ന നിലയിൽ മാത്രമല്ല, അതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ എഴുത്തുകാരൻ എന്ന രീതിയിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ബഹുമാനം. അദ്ദേഹത്തിന് സംവിധാന മികവിലിറങ്ങിയ 2 സിനിമകളും എക്കാലത്തെയും മലയാളിയുടെ കപട സദാചാരത്തെയും അതുപോലെയുള്ള മലയാളിയുടെ ദൗർബല്യങ്ങളെയും ഒക്കെ ശരിക്കും വ്യക്തമാക്കുന്ന സിനിമകളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും രാഷ്ട്രീയ മേഖലകളിലുള്ള പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്നും സജീവമായി മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്നു. അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന ശ്രീനേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ എൻ്റെ ആദരാഞ്ജലികൾ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സാമൂഹിക വിമർശനങ്ങളും എക്കാലത്തും എന്താ പറയുക, വളരെ ധീരമായി അദ്ദേഹം എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചിരുന്നു എന്നതാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ സാമൂഹ്യ വിമർശകൻ എന്ന നിലപാട്, അത് രാഷ്ട്രീയമായി ഒരു പാർട്ടിയോട് ചായ്വുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏത് പാർട്ടിക്കാരെയും വിമർശിക്കുന്ന, അല്ലെങ്കിൽ അത് അവരെ എന്താ പറയുക, പരിഹസിക്കുന്ന, അവരുടെ ആറ്റിറ്റ്യൂഡുകളെ, അവരുടെ നിലപാടുകളെ വിമർശിക്കുന്ന ആ ഒരു ധൈര്യം ശ്രീനിവാസനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ സാമൂഹ്യ വിമർശകൻ എന്ന നിലപാട്, അത് രാഷ്ട്രീയമായി ഒരു പാർട്ടിയോട് ചായ്വുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏത് പാർട്ടിക്കാരെയും വിമർശിക്കുന്ന, അല്ലെങ്കിൽ അത് അവരെ എന്താ പറയുക, പരിഹസിക്കുന്ന, അവരുടെ ആറ്റിറ്റ്യൂഡുകളെ, അവരുടെ നിലപാടുകളെ വിമർശിക്കുന്ന ആ ഒരു ധൈര്യം ശ്രീനിവാസനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.